എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ബൊറൂട്ടോയും ആ ഉണ്ടപ്പനും അവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്യാനായിട്ട് അങ്ങനെ റെഡി ആയിട്ട് നിൽക്കും. ആ ഉണ്ടപ്പനാണെങ്കിൽ ോട് ചോദിക്കും, ഞാൻ ഈ പയ്യനുമായിട്ട് ഫൈറ്റ് ചെയ്ത് ജയിച്ചാൽ തീർച്ചയായിട്ടും എന്റെ ശിക്ഷയിൽ നിങ്ങൾ ഇളവ് തരില്ലേ? അതിന് കാക്കാഷി ആണെങ്കിൽ ഉറപ്പ് കൊടുക്കുകയാണ്. അതിനുശേഷം അവന്റെ ഹാൻഡ് കഫ് അതഴിച്ച് ഇപ്പൊ ബൊറൂട്ടോയുടെ അടുത്തേക്ക് പറഞ്ഞയക്കും. ബൊറൂട്ടോ ആണെങ്കിൽ ഭയങ്കര എക്സൈറ്റ്മെന്റിൽ ഇപ്പൊ അവനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ റെഡിയാവും. ആ ജയന്റ് ആണെങ്കിൽ വമ്പൻ ആക്ഷനൊക്കെ ഇട്ട് ബൊറൂട്ടോയ്ക്ക് നേരെ ചാടി വരും. ബൊറൂട്ടോ ആണെങ്കിൽ രണ്ടാമോ ചിന്തിക്കാതെ അവന്റെ ക്ലൗണിനെ ക്രിയേറ്റ് ചെയ്ത് റസൻഗൺ പവർ അതങ്ങനെ പതിയെ പതിയെ ക്രിയേറ്റ് ചെയ്യാണ്. ബൊറൂട്ടോ എങ്ങനെയാണ് റസൻഗൺ പവർ ക്രിയേറ്റ് ചെയ്യുന്നത്? അതുപോലെ തന്നെ വിങ് സ്റ്റൈൽ റസൻഗൺ പവർ അത് ഗ്രീൻ കളറിൽ റെഡിയാക്കും. ഉണ്ടപ്പനാണെങ്കിൽ അത് കണ്ട് പുച്ഛിച്ച് ചിരിക്കുകയാണ്. അതിനുശേഷം അവനാണെങ്കിൽ വിങ് സ്റ്റൈൽ ബാരിയർ ക്രിയേറ്റ് ചെയ്ത് ബൊറൂട്ടോയുടെ റസൻഗണിനെ അവന്റെ ബാരിയർ ഉപയോഗിച്ച് ഈസി ആയിട്ട് അങ്ങനെ പ്രിവെന്റ് ചെയ്യാണ്. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ ഭയങ്കര അത്ഭുതം. ജയന്റ് ആണെങ്കിൽ ഇപ്പൊ ബൊറൂട്ടോയെ കടിക്കാനായിട്ട് അവന്റെ അടുത്തേക്ക് പാഞ്ഞടുക്കും. അതിന് ബൊറൂട്ടോ ആണെങ്കിൽ സൈഡിൽ ശബ്ദം ഉണ്ടാക്കി അവനെ വെട്ടിത്തിരിപ്പിച്ച് അങ്ങനെ ചവിട്ടി താഴെയിടുകയാണ്. പിന്നീട് അവന്റെ തലയിൽ അടിച്ച് ബൊറൂട്ടോ അവൻ ദൂരത്തേക്ക് തെന്നി മാറും. ഞൊടിയിടയിൽ ബൊറൂട്ടോ ആണെങ്കിൽ ഇപ്പൊ റസൻഗൺ പവർ അത് ക്രിയേറ്റ് ചെയ്യും. അതിനുശേഷം അതിൽ നല്ല രീതിയിൽ പവർ കൊടുത്ത് കംപ്രസ് ചെയ്ത് ചെറുതാക്കി മാറ്റുകയാണ്. ആ ഉണ്ടപ്പനാണെങ്കിൽ വീണ്ടും അത് കണ്ട് ബൊറൂട്ടോയെ കളിയാക്കും. ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഷേപ്പിൽ നീ മാറ്റിയെടുത്താലും ഈ റസൻഗൺ പവർ കൊണ്ട് എന്നെ ഒന്നും ചെയ്യാനായിട്ട് കഴിയില്ല. അത് ഞാൻ നിന്നെ ബോധ്യപ്പെടുത്തി തരാമെന്ന് പറഞ്ഞ് ആണെങ്കിൽ വീണ്ടും അവന്റെ ഷീൽഡ് പവർ ഉപയോഗിച്ച് ബൊറൂട്ടോയുടെ റസൻഗണിനെ പ്രിവെന്റ് ചെയ്യാണ്. പക്ഷെ ബൊറൂട്ടോ അവനാണെങ്കിൽ സെക്കൻഡുകൾ മുൻപോട്ടേക്ക് പോകും തോറും വീണ്ടും വീണ്ടും അതിലങ്ങനെ പവർ കൊടുത്തുകൊണ്ടേയിരിക്കും. ലൂഫി ആണെങ്കിൽ ഞൊട്ടിയടയിൽ അവന്റെ ഫുൾ ഫോഴ്സും ഒരു ഭാഗത്ത് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇപ്പൊ ആ ഉണ്ടപ്പനാണെങ്കിൽ തെറിപ്പിച്ച് കളയാണ്. അവനങ്ങനെ തെറിച്ചു പോയി ചുമരിൽ ഇടിച്ച് താഴെ വീഴും. അവന്റെ നെഞ്ചിന്റെ ഭാഗത്ത് റസൻഗൺ പവറിന്റെ വലിയൊരു അടയാളം. അത് കാണുമ്പോൾ നമ്മുടെ കാക്കാഷി മാസ്റ്ററിനാണെങ്കിൽ ഭയങ്കര സന്തോഷം അഭിമാനവും. വാവ്, അങ്ങനെ ഒടുവില് നിന്റെ പപ്പയെ പോലെ കാര്യമായിട്ട് ട്രെയിനിങ് ഒക്കെ എടുത്ത് പഠിച്ചു അല്ലേ? എന്തായാലും നിന്നെ കൊണ്ട് ഇപ്പൊ നല്ല രീതിയിൽ റസൻഗൺ പവർ അത് പ്രയോഗിക്കാൻ കഴിയുന്നുണ്ടെന്ന് പറഞ്ഞ് ബൊറൂട്ടോയുടെ കൈ ചെക്ക് ചെയ്യും. കയ്യിലാണെങ്കിൽ ഒരുപാട് ചെറിയ ചെറിയ പരിക്കുകളൊക്കെ പറ്റിയിരിക്കുകയാണ്. ബൊറൂട്ടോയെ ഒരു സെക്കൻഡ് അവന്റെ കയ്യിലേക്ക് നോക്കി തല താഴ്ത്തി നിൽക്കും. ബൊറൂട്ടോ ആണെങ്കിൽ അങ്ങനെ തല ചുറ്റി താഴേക്ക് വീഴും. കാരണം ബൊറൂട്ടോ ഒരുപാട് ട്രെയിനിങ് എടുത്തതുകൊണ്ട് തന്നെ അവന്റെ പവറും സ്ട്രെങ്ത്തും ഒക്കെ ഇപ്പൊ നന്നായിട്ട് കുറഞ്ഞിരിക്കുകയാണ്. കട്ട് ചെയ്ത ഇവിടെ സാറടയാണെങ്കിൽ നിർത്താതെ അവളുടെ പപ്പയായിട്ട് ട്രെയിനിങ് എടുക്കുകയാണ്. ഒരുപാട് ഷുരിങ്കൻസ് അവൾക്ക് നേരെ കറങ്ങി തിരിഞ്ഞു വരും. അവൾ അതിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ ശ്രമിക്കും. പക്ഷേ അതിൽ നിന്ന് ചില സ്ക്വാഡുകൾ അവൾക്ക് ഇഞ്ചുറി ഉണ്ടാക്കാൻ അവളുടെ തൊട്ടടുത്തെത്തും. അത് മനസ്സിലാക്കി സാസുക തന്നെ അതിനെ ഡൈവേർട്ട് ചെയ്ത് വിടുകയാണ്. സാസുകയ്ക്കാണെങ്കിൽ അവളുടെ അവസ്ഥയും വാശിയൊക്കെ കാണുമ്പോൾ ഒരുപാട് വിഷമം തോന്നും. നിനക്കിപ്പോ അല്പ റെസ്റ്റ് ആവശ്യമാണോ? അതിന് അവള് പറയും, അയ്യോ വേണ്ട വേണ്ട, എനിക്ക് ഇനിയും ട്രെയിനിങ് എടുക്കണം എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും നിർത്താതെ ട്രെയിനിങ് എടുക്കുകയാണ്. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും സാക്കുറ അവിടേക്ക് എത്തും. സാക്കുറയെ കാണുമ്പോൾ തന്നെ സാറുടെ ടെൻസ്ഡ് ആവുകയാണ്. ഓ നോ, അമ്മ വീണ്ടും നിങ്ങൾ ഇവിടേക്ക് വന്നോ എന്റെ ട്രെയിനിങ് അത് കുളവാക്കാനായിട്ട്? ഉടനെ സാക്കുറ ആണെങ്കിൽ അവളെ നോക്കി ചിരിക്കും. ഞാൻ നിന്റെ ട്രെയിനിങ് നശിപ്പിക്കാൻ വന്നതല്ല, മറിച്ച് നീ ട്രെയിനിങ് ചെയ്യുന്നത് കാണാൻ വന്നതാണ്. ഞാൻ ലീഫ് വില്ലേജിലെ ഏറ്റവും പവർഫുള്ളായ ലേഡി ജൊനിയനാണ്. സോ നിനക്കിനി ട്രെയിനിങ് തരാൻ പോകുന്നത് അത് ഞാനാണെന്ന് പറഞ്ഞ് സാക്കുറയാണെങ്കിൽ ഇപ്പൊ സാസുകയുടെ ഭാഗത്ത് നിന്ന് പെർമിഷൻ മേടിക്കും. അതിനുശേഷം സാക്കുറയും സാറുടെയും അവർ രണ്ടുപേരും ടു ഫേസ് വന്ന് അങ്ങനെ ഫൈറ്റ് ചെയ്യാനായിട്ട് റെഡി ആയിട്ട് നിൽക്കും. സാറുടെ ആണെങ്കിൽ ചാടി വന്ന് സാക്കുറ ഇടിക്കാൻ ശ്രമിക്കും. പക്ഷെ സാക്കുറ അവൾ സെക്കൻഡുകൾ കൊണ്ട് അവിടുന്ന് തെന്നി മാറുകയാണ്. ആണെങ്കിൽ വിട്ടുകൊടുക്കില്ല. അവൾ ഫയർ ജിപ്സു അതുപയോഗിച്ച് ഇപ്പൊ സാക്കുറ അറ്റാക്ക് ചെയ്യും. പക്ഷെ സബ്സ്റ്റിറ്റ്യൂഷൻ ജിപ്സ് ഉപയോഗിച്ച് സാക്കുറയാണെങ്കിൽ അതിൽ നിന്നും നൈസായിട്ട് രക്ഷപ്പെടും. സാറുടെയാണെങ്കിൽ ഒരുപാട് വിഷമത്തിൽ തല താഴ്ത്തി നിൽക്കും. അതിന് സാക്കുറയാണെങ്കിൽ അവൾക്ക് കോൺഫിഡൻസ് കൊടുക്കും. നീ വിഷമിക്കേണ്ട ആവശ്യമില്ല, ഒക്കെ ഞാൻ ട്രെയിനിങ് തരുമെന്ന് പറഞ്ഞ് അവൾ അങ്ങനെ സ്മൈൽ ചെയ്ത് ഹായ് ആയിട്ട് നിലത്തൊരു പഞ്ച്. ആ പഞ്ചിന്റെ പവറിൽ സാറുടെ അങ്ങനെ തെറിച്ചു പോയി ഒരു മരത്തിലിടിച്ച് താഴെ വീഴുകയാണ്. ഞൊടിയിടയിൽ സാക്കുറ ഇപ്പൊ സാറുടെ അടുത്ത് വന്ന് അവളെ വീണ്ടും ഇടിക്കും. സാറുടെ സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ അവിടുന്ന് തെന്നി മാറും. അവളുടെ പഞ്ച് അത് ആ ട്രീയിൽ കൊണ്ട് ട്രീ തകർന്നു വീഴും. ഉടനെ സാക്കുറയാണെങ്കിൽ ഇപ്പൊ സാറുടെ അരികിലേക്ക് വിളിക്കും. ആക്ച്വലി നിന്റെ ഏറ്റവും വലിയ പ്രശ്നം ചക്ര പവർ അത് കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ അറിയില്ല എന്നതാണ്. ഷെരിംഗം പവർ യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് ചക്ര പവർ വേസ്റ്റ് ആവും. അത് കൺട്രോൾ ചെയ്ത് വേണം നീ ഫൈറ്റ് ചെയ്യാൻ. അങ്ങനെ ചെയ്യുമ്പോൾ നിന്റെ ഫൈറ്റ് അത് വളരെയധികം പ്രോമിനന്റ് ആയിരിക്കും. സാറട, സത്യത്തിൽ നീ ഇപ്പോൾ ഒരുപാട് ടെൻസ്ഡ് ആണ്, ഫ്രസ്ട്രേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെയാണ് നിനക്ക് നിന്റെ ഫൈറ്റിലും ചക്ര പവറിലും കോൺസെൻട്രേഷൻ കൊടുക്കാൻ കഴിയാത്തത്. നിന്റെ ഓരോ മൂമെന്റ്സും
വളരെയധികം ലാഗാണ്. അത്തരത്തിൽ ലാഗായാൽ തീർച്ചയായിട്ടും ഓപ്പണന്റ് ആയിട്ടുള്ള ആള് വളരെ വേഗത്തിൽ നിന്നെ തോൽപ്പിക്കും. സോ നീ നിന്റെ പവർ കൂട്ടണം. അതുപോലെ തന്നെ ചക്ര പവറിനെ കൺട്രോൾ ചെയ്യണം. അപ്പോൾ ആദ്യം നീ ചെയ്യേണ്ടത് നിന്റെ തെറ്റും വീക്ക്നെസ്സും അതെന്താണെന്ന് കണ്ടെത്തണം. അതിനെ പരിഹരിച്ചാൽ മാത്രമേ നിനക്ക് ട്രെയിനിങ് എടുത്തതുകൊണ്ട് എന്തെങ്കിലും ഒരു ഗുണമോ മെച്ചമോ അങ്ങനെ എന്തെങ്കിലും ലഭിക്കൂ. അല്ലാതെ വെറുതെ പപ്പയുടെ കൂടെ ട്രെയിനിങ് എടുത്ത് നിന്റെ പപ്പയുടെ കൂടെ ട്രെയിനിങ് എടുത്തിട്ട് യാതൊരു പ്രയോജനമില്ലാന്ന് പറയും. സാറുടേക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് കുറ്റബോധം. അവളുടെ അമ്മ സാക്കുറയെ തന്നെ നോക്കുകയാണ്. അവളുടെ പവറും എബിലിറ്റിയും ചക്ര കൺട്രോളിംഗ് പവറും അതെല്ലാം തന്നെ അവളെ അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ്. ശരിക്കും അവളുടെ പപ്പയെ പോലെ തന്നെ അമ്മയ്ക്കും ഒരുപാട് കഴിവുകളുണ്ടെന്ന് തിരിച്ചറിഞ്ഞ ഒരു നിമിഷം അവരുടെ ആണെങ്കിൽ രണ്ടാമോന്ന് ആലോചിക്കാതെ വീണ്ടും സാക്കുറയായിട്ട് ഫൈറ്റ് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. സാക്കുറ അച്ചറം പൊച്ചറം താതെ അവളെ പഞ്ച് ചെയ്യും. സാറുടെ ആണെങ്കിൽ ഒരു വിധത്തിൽ അവളുടെ പഞ്ചുകളെ ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ ഒരു പരിധി കഴിയുമ്പോൾ അവളെ കൊണ്ടാണെങ്കിൽ സാക്കുറയുടെ പഞ്ച് അതിനെ കൺട്രോൾ ചെയ്യാനോ ഡോച്ച് ചെയ്യാനോ കഴിയില്ല. മാത്രമല്ല അവളുടെ ശരീരം കണ്ണിന് പോലും താങ്ങാൻ കഴിയാത്ത അത്രയും വേദനയിൽ അവൾ അങ്ങനെ കഷ്ടപ്പെടുകയാണ്. ജാസുവിക്കാണെങ്കിൽ ആ ഫൈറ്റ് കാണുമ്പോൾ ടെൻഷനാവും. സ്റ്റോപ്പ് ദ ഫക്ക്, നിങ്ങളെ കൊണ്ട് ഇനി ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല. അറടാ, നീ ഓൾറെഡി നല്ല വീക്കാണ്. നിനക്കിപ്പോൾ ആവശ്യം പ്രോപ്പർ റെസ്റ്റ് ആണ്. നന്നായിട്ട് റെസ്റ്റൊക്കെ എടുത്ത് പതിയെ ട്രെയിനിങ് എടുത്ത് പ്രാക്ടീസ് എടുത്ത് വേണം നീ നിന്റെ പവറിനെ കൂട്ടിക്കൊണ്ടുവരാൻ. 1-2 ദിവസങ്ങൾ കൊണ്ട് ഒരിക്കലും നിനക്ക് നിന്റെ പവറിനെ എൻഹാൻസ് ചെയ്യാനായിട്ട് കഴിയില്ല. അതിന് സാറുടെ ആണെങ്കിൽ അവസാനമായി അവളുടെ പപ്പയോടും അമ്മയോടും റിക്വസ്റ്റ് ചെയ്യും. ഒരേ ഒരു തവണ കൂടെ എന്നെ ഫൈറ്റ് ചെയ്യാൻ അനുവദിക്കണം. വഴിയില്ലാതെ സാസുകയും സാക്കുറയും അവർ രണ്ടുപേരും അത് ആക്സെപ്റ്റ് ചെയ്യും. ആക്ച്വലി സാറുടയ്ക്ക് ഇപ്പൊ എന്തോ ഒരു ബുദ്ധി വെളിച്ചം ഉണ്ടായിരിക്കുകയാണ്. ചില കാര്യങ്ങൾ അവളെ കൊണ്ട് ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു ബോധ്യം അത് അവൾക്ക് കിട്ടിക്കഴിഞ്ഞു. സോ ഇപ്പോ സാക്കുറയും സാറുടയും അവർ രണ്ടുപേരും ഫേസ് ടു ഫേസ് നോക്കി ഫൈറ്റ് ചെയ്യാൻ അങ്ങനെ ടെററായിട്ട് പവർഫുള്ളായി നിൽക്കും. ഫൈറ്റിന്റെ തുടക്കത്തിൽ തന്നെ സാറഡ അവൾ ഫയർബോൾ ജിപ്സ് ഉപയോഗിച്ച് അമ്മയെ അറ്റാക്ക് ചെയ്യും. സാക്കുറയാണെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെട്ട് ചാടി വന്ന് നോൺ സ്റ്റോപ്പായി സാറഡയെ അറ്റാക്ക് ചെയ്യും. സാറഡ എല്ലാ പഞ്ചും ഇപ്പൊ ഈസിയായി ബ്ലോക്ക് ചെയ്ത് അവസാനം സാക്കുറയെ തന്നെ ദൂരേക്ക് തട്ടിത്തെറിപ്പിക്കും. കാലിയിളകിയ സാക്കുറയാണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, ഇതെന്റെ അവസാനത്തെ പഞ്ചാണ്, ഇതോടുകൂടെ നീ തീർന്നു എന്ന് പറഞ്ഞ് അവളങ്ങനെ നല്ല ഫോഴ്സിൽ സാറടയ്ക്ക് നേരെ ഓടി അടുക്കും. സാക്കുറയാണെങ്കിൽ അടുത്തേക്ക് വരെ സാറട അവളുടെ എല്ലാ മൂമെന്റ്സും കെയിനായിട്ട് ഒബ്സർവ് ചെയ്യും. അതിനുശേഷം അവളും ആ ഒരു അറ്റാക്കിംഗ് സ്റ്റൈല് അതുപോലെ കോപ്പ് ചെയ്ത് സാക്കുറയുടെ അടുത്തേക്ക് വരും. രണ്ടുപേരും ക്ലോസ് എത്തി കൈ നീട്ടി പഞ്ച് ചെയ്യാൻ ശ്രമിക്കും. അടുത്ത നിമിഷം തന്നെ അവരുടെ ഇടയിൽ വലിയൊരു പവർ അത് ക്രിയേറ്റായി ഒരു ബ്ലാസ്റ്റ് തന്നെ ഉണ്ടാവും. സാസുകയാണെങ്കിൽ ആ ഒരു ബ്ലാസ്റ്റില് ഒരു കുലുക്കമില്ലാതെ അങ്ങനെ ടെററായിട്ട് നിൽക്കുകയാണ്. ഇവിടെ അമ്മയും മകളും അവർക്കും ഒരു കുഴപ്പമില്ല. അവര് ഒരടി പോലും പുറകോട്ടേക്ക് പോവാതെ പവർ റിലീസ് ചെയ്തുകൊണ്ടേയിരിക്കും. സമയം കഴിഞ്ഞ് അറ്റാക്കൊക്കെ അവസാനിച്ച് അമ്മയും മകളും അവർ രണ്ടുപേരും ഒക്കെ വലിച്ചു വിട്ട് അങ്ങനെ നിൽക്കുകയാണ്. ക്യാമറ അങ്ങനെ സൂം ഔട്ട് ചെയ്ത് കാണിക്കും. അവർ നിൽക്കുന്ന ആ ഭാഗം മുഴുവൻ തകർന്നു വീണിരിക്കും. അവിടേക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. പക്ഷേ അവൾ ഒരുപാട് പവർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ തളർന്ന് താഴേക്ക് വീഴുകയാണ്. അത് കണ്ട് സാസുക ആള് പാഞ്ഞു വന്ന് അവൾ അങ്ങനെ ക്യാച്ച് ചെയ്യും. സാറുടെ ആണെങ്കിൽ ഇപ്പൊ സാസുകയോട് പറയും, ഞാൻ എൻ്റെ ശരീരം കണ്ണ് അത് ഉപയോഗിക്കാൻ പഠിച്ചു. അതിലൂടെ അമ്മയുടെ മൂവ്മെന്റ് അത് ഞാൻ കറക്റ്റായിട്ട് കോപ്പി ചെയ്ത് അത് അമ്മയ്ക്കെതിരെ ഉപയോഗിച്ചു. അങ്ങനെയാണ് ഞാൻ ജയിച്ചതെന്ന് പറഞ്ഞ് അവൾ അങ്ങനെ വലിയ എന്തോ കീഴടക്കിയ സന്തോഷത്തിൽ കിടക്കുകയാണ്. അതുകണ്ട് സാക്കുറ ഓടി വന്ന് അവളെ ഹഗ് ചെയ്യും. കട്ട് ചെയ്താ ഇപ്പൊ ഓറോച്ചിമാറുവിനെ കാണിക്കും. ആ സീനിയർ മീറ്റ്സുകി ആണെങ്കിൽ ഈ ഒറോച്ചിയോട് ചോദിക്കും, ആക്ച്വലി നിങ്ങളുടെ കയ്യിൽ ആ ഹാസ്ര സെൽസ് അത് ഒരുപാട് ഉണ്ടായിരുന്നതല്ലേ? അതിന് ഒറോച്ചി പറയും, അതെ, ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ഞാൻ പലതവണയായിട്ട് അത് സംഭരിച്ചു വെച്ചതാണ്. പക്ഷേ ചില ഘട്ടത്തിൽ എൻ്റെ കയ്യിൽ നിന്ന് ചിലതൊക്കെ നഷ്ടപ്പെട്ടു പോയെന്ന് ഒറോച്ചി പറയും. അങ്ങനെ ഹാസ്ര സെൽസിനെ കുറിച്ച് കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന അടുത്ത നിമിഷം തന്നെ കുഞ്ഞൻ മെയ്സിക അവൻ കണ്ണു തുറക്കുകയാണ്. ഒച്ചിയുടെ ടെൻഷൻ മറ്റൊന്നുമല്ല, മെയ്സികയുടെ ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു മെമ്മറീസ് അതൊക്കെ തന്നെ ഇറേസ് ആയി പോയിരിക്കുകയാണ്. അവൻ അതിനെക്കുറിച്ച് ഓർത്ത് ഒരുപാട് ടെൻഷനായി മെയ്സികയെ നോക്കി നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇതൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.